സത്യം പറഞ്ഞാൽ ഇതൊരു വളരെ കൊച്ചു കാര്യം. പക്ഷേ ഇതിലടങ്ങിയിരിക്കുന്ന നന്മ എത്രത്തോളം വലുതാണെന്ന് നമ്മളിത് കാണുന്ന എല്ലാവർക്കും അറിയാം. കാണുന്നതല്ല, കണ്ടാലും ഇല്ലെങ്കിലും നമുക്കൊക്കെ അറിയാം. ഈ നല്ല പൊരി വെയിലല്ലേ, ആ സമയത്ത് ഈ പക്ഷിമൃഗാദികൾക്ക് ഒരല്പം വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് വളരെയേറെ നന്മയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടു പഠിച്ചത് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ്. വീട്ടിൽ ഒരു 10-12 പോലെ താഴ്ചയുള്ള കിണറുണ്ട്. അന്നൊന്നും ഈ മോട്ടർ സൗകര്യമില്ല. അമ്മ എല്ലാ കാര്യത്തിനും വേണ്ടി വെള്ളം കോരും. ആ പാളയും കയറും കൊണ്ട് കോരിയെടുക്കുന്ന വീട്ടിലേക്ക് എല്ലാ ആവശ്യത്തിനും, അലക്കാനും കുളിക്കാനും ആഹാരം പാകം ചെയ്യാനും ബാത്റൂമിലേക്ക് എല്ലാത്തിനുള്ള വെള്ളം അമ്മ കോരിയാണ് എടുക്കുക, ഈ 12 പോലെ താഴ്ചയുള്ള കിണറ്റിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പാത്രം അവിടെ വെച്ചിട്ട് അവർക്കും എപ്പോഴും നല്ല ഫ്രഷായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കും. അപ്പോൾ അമ്മ അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് കിളികളൊക്കെ വന്ന് കുടിയും ഒക്കെ ആയിട്ട് അത് കാണാൻ തന്നെ നല്ലൊരു കുളിർമയുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ഞാനും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഈ വേനൽക്കാലത്ത്. അപ്പോൾ രാവിലെ ഒരു 10:30 ആകുമ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാർ വരും കുളിക്കാനും വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ വെയിലാറി കഴിയുമ്പോഴാണ് വീണ്ടും വരിക. സൂര്യൻ അങ്ങോട്ട് പടിഞ്ഞാട്ട് അവിടെ ചായുന്ന സമയം നോക്കി ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും വരും. ഞാൻ മൊബൈൽ വെച്ചിട്ടായത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ആ മരച്ചില്ലകളിലൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറന്ന് ദൂരേക്ക് മാറിപ്പോകുന്നുണ്ട്. എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ പതിയെ വന്നു. കണ്ടോ, വന്ന് അടുത്തടുത്ത് പറ്റിച്ചേർന്ന് വന്നിരിക്കണ്ടേ. എന്തിനാ എന്നെ ഇങ്ങനെ പേടിക്കണേ നിങ്ങൾ? ഞാനല്ലേ നിങ്ങൾക്ക് വെള്ളം തരുന്നത്. ഈ ഫോൺ കാണുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നുണ്ട്, എന്തോ ഒരു അപകട വസ്തുവായിട്ട്. അതുകൊണ്ടായിരിക്കാം. എങ്കിലും വരൂ കേട്ടോ, വന്നൊന്ന് പൊങ്ങി അങ്ങോട്ട് പോകും. ഒരു 2 മിനിറ്റ് അവിടെ നിന്ന് കുളിക്കാനുള്ള ഒരു ക്ഷമ കാണിക്കുന്നില്ല, പേടിച്ചിട്ടാവാം. എത്തി. വച്ചടാ പോയി, ഒറ്റ മുങ്ങൽ പോയി. ആ മരച്ചില്ലകളിലൊക്കെ പക്ഷികളിരിക്കുന്നുണ്ട്. ഈ ഫോൺ അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അവർ വരും. ആ പരിസരം മുഴുവൻ തല്ലിപ്പടച്ച് നിറയെ വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അവർ കുളിക്കണത് എനിക്കും കൂടി ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഫോൺ അവിടെ വയ്ക്കണത്. പക്ഷെ സമ്മതിക്കില്ല. എല്ലാ ദിവസവും 2 നേരം ഞാൻ വെള്ളം മാറിക്കൊടുക്കും. ഇവർ കുളിക്കുമ്പോൾ വെള്ളം അഴുക്കാകും. മരത്തിൻ്റെ മുകളിലൊക്കെ വന്നിരുന്ന് ഭയങ്കര സംസാരമാണ് കുറേ കിളികൾ. രാവിലെ വരുന്നത് എന്നും തൊപ്പി വെച്ച കുറേ ചേട്ടന്മാരാട്ടോ. തൊപ്പി വെച്ച ചേട്ടന്മാരാണ് രാവിലെ വരിക. പിന്നെ കരിയിലപ്പടകളുണ്ട് നിറയെ, പൂത്താങ്കിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കിളികൾ, അവരുമുണ്ട്. ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അവരും രാവിലെ ഒരു 10:30, അതാണ് രാവിലത്തെ സമയം. ഭയങ്കര ബഹളമായിരിക്കും ഈ വെള്ളത്തിൻ്റെ ഭാഗത്ത്. കുഞ്ഞു വന്നാൽ ഞാൻ കുഞ്ഞിനെ മടിയിൽ വെച്ച് പുറവശത്ത് ഇങ്ങനെ വന്നിരിക്കും ഈ കിളികളെ കാണാൻ വേണ്ടിയിട്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് പറയണമെന്ന് അറിയാം അവർ. കുറേ വിശേഷങ്ങളൊക്കെ പറയും. പറന്ന് നടന്ന് ഒരു കിളി മറ്റു കിളിയുടെ വായിലേക്ക് ഭക്ഷണം കൊത്തി എടുത്ത് വെച്ച് കൊടുക്കും. നല്ല കാഴ്ചകളാണ് അതൊക്കെ. ഇനിയും വരും. ആ പോയ ആൾ ഒന്നും കൂടി വരും. അവർക്ക് നല്ല വിശ്വാസമാണ് ഇവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടാവും എന്നുള്ളത്. ഈ വേനൽക്കാലം തുടങ്ങിയപ്പോൾ തൊട്ട് അങ്ങനെ തന്നെയാണ്. 2 നേരം കുളിക്കാനും കുടിക്കാനും ഒക്കെ വേണ്ടി വരും. പിന്നെയും വന്നു. മൊബൈൽ ഇരിക്കുന്നുണ്ട് പേടിച്ചിട്ടാ തല്ലിപ്പടച്ച് കുളിക്കാത്ത പാവങ്ങൾ. എന്തൊരാവശ്യമായിരിക്കും അല്ലേ, ഈ പൊരിഞ്ഞ വെയിലല്ലേ. അവരുടെ ശരീരത്തിൻ്റെ മാംസങ്ങൾ ചിലപ്പോൾ ചൂട് പിടിക്കുന്നുണ്ടാവും. അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാവും വെള്ളത്തിൽ വന്നിങ്ങനെ പൊങ്ങി പോകുന്നത്. പറയാൻ അറിയില്ലല്ലോ. ഈ സമയത്ത് ഒരിടത്തും തന്നെ ഇവർ വിചാരിക്കുന്ന പോലെ വെള്ളം ഉണ്ടാവില്ല. പാറക്കുഴികളിലോ അങ്ങനെയൊന്നും വെള്ളം ഉണ്ടാവില്ലല്ലോ. പിന്നെ ആരിപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇവിടെ എന്നറിഞ്ഞുകൊണ്ട് സ്ഥിരമായിട്ട് എത്തുവർ.
ഒരു ദിവസം ഞാനൊന്നും ഇവിടെ ഇല്ലാതിരിക്കുന്ന അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കഴിഞ്ഞോ? ഇനി ഒന്നും കൂടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല.